ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് സതീഷിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ഇന്ന് രാവിലെയാണ് സതീഷിനെ വലിയതുറ പോലീസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഉടനെ തന്നെ ഈ സതീഷിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവുമായി സതീഷിൻ്റെ അഭിഭാഷകർ എത്തുകയായിരുന്നു. സതീഷ് നാട്ടിലെത്തിയത് തന്നെ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെയാണ് ദുബായിൽ നിന്നുള്ള വിമാനത്തിൽ ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തെത്തുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ സതീഷിനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയും വലിയതുറ പോലീസിന് കൈമാറുകയുമായിരുന്നു. എന്നാൽ വലിയതുറ പോലീസ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് അഭിഭാഷകർ എത്തുന്നത്. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്താൽ ജാമ്യത്തിൽ വിടണം എന്നുള്ള വ്യവസ്ഥയിൽ 2 ലക്ഷം രൂപയും 2 ആൾ ജാമ്യവുമാണ് ആൾ ജാമ്യവും നൽകിയാണ് സതീഷിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ പുറത്തു വിടണം അല്ലെങ്കിൽ ജാമ്യം നൽകണം എന്നുള്ളത് മാത്രമാണ് ഈ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥ. ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ചിന് അവിടെ എത്തി സതീഷിനെ ഇനി വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അതുവരെ സതീഷ് വലിയതുറ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇയാൾ നേരത്തെ തന്നെ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാണ് അഭിഭാഷകർ അടക്കമുള്ളവർ അറിയിച്ചത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ഇയാൾക്ക് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് സതീഷ് ദുബായിൽ നിന്നും ഇന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അഭിഭാഷകർ എത്തുന്നതിന് മുൻപ് തന്നെ എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തിരിച്ചിറങ്ങി തടഞ്ഞു വയ്ക്കുകയും വലിയതുറ പോലീസിന് കൈമാറുകയുമായിരുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ് വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് സതീഷ് ഇപ്പോൾ ഉള്ളത്. ഇനി പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തും. ഒരു 11 മണിയോടുകൂടിയൊക്കെ അവിടേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ക്രൈംബ്രാഞ്ച് എത്തിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ വലിയതുറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റഡിയിൽ എടുക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കസ്റ്റഡി മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഈ ജാമ്യത്തിലൂടെ ആ കസ്റ്റഡി ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് തുടരുന്നത്. സതീഷിൻ്റെ 2 അഭിഭാഷകരും സ്ഥലത്തുണ്ട്. ഈ ജാമ്യത്തിൽ പറയുന്നത് ഈ ജാമ്യത്തിന് അപേക്ഷിക്കുന്ന ആ ഒരു സമയത്ത് ഷാർജയിൽ നിന്നുള്ള അവരുടെ പെറ്റീഷൻ അല്ലെങ്കിൽ ഷാർജയിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് തൂങ്ങി മരിച്ചുകൊണ്ടുള്ള ആത്മഹത്യ. അപ്പോൾ സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്ന് പറയുന്നതിൽ സതീഷിനെതിരായ ആരോപണം അല്ലെങ്കിൽ സതീഷിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഘടകങ്ങളൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ കൊല്ലം ജില്ലാ സെഷൻസ് കോടതി സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചത്.